ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വട തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തതും, അര കപ്പ് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് 2 കപ്പ് വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുക്കുക. ആദ്യം കട്ടിയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ച് കുറുക്കിയെടുക്കാം. ഇതിലോട്ട് അര കപ്പ് സവാളയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. കൈയിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഉഴുന്ന് വടൻ്റെ ഒക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.